പ്രണയതാണ്ഡവം. രചന സംവിധാനം രുദ്രപ്രിയ. ഭാഗം 12. ആ ഫോണ് മോളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഈ പ്രായത്തിലുള്ള ആർക്കായിപ്പോൾ ഫോണില്ലാത്തത്? അതുകൊണ്ട് ഇത് മോളുടെ കയ്യിലിരിക്കട്ടെ. പ്രസിഡന്റും രമണി ചേച്ചിയും ഒരേപോലെ നിർബന്ധിച്ചപ്പോൾ അവൾ കയ്യിലിരുന്ന ഫോൺ തിരികെ ബാഗിലേക്ക് വെച്ചു. ഇനിയിപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കാനാണോ ഭാവം? പ്രസിഡന്റിൻ്റെ ചോദ്യം കേട്ടപ്പോൾ വിഷാദം നിറഞ്ഞ കണ്ണുകളോടെ അവൾ പ്രസിഡന്റിനെ നോക്കി. ചേച്ചി പറഞ്ഞു, പൊന്നുമംഗലത്തുള്ളവരുടെ വീട്ടിൽ കാര്യസ്ഥൻ വരി ജോലി ശരിയാക്കിയിട്ടുണ്ട്. പക്ഷേ അവർ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ അവധിയൊക്കെ കഴിഞ്ഞു. എന്തായാലും ഞാനും എന്നെക്കൊണ്ടാകുന്ന വഴിക്ക് ശ്രമിച്ചു നോക്കാം. പ്രസിഡന്റിന് അങ്ങനെ പറയാനാണ് തോന്നിയത്. എന്നാലും ആ കൊച്ചിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ സതേട്ടാ. ഇപ്പോഴും ഞാൻ പറയുന്നു, എനിക്കൊരു മോനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ കൊച്ചിനെ കൊണ്ട് അവനെ കെട്ടിച്ചേനെ. എൻ്റെ രമണി, ഇല്ലാത്ത മോനെ കൊണ്ട് ആ കൊച്ചിനെ കെട്ടിക്കുന്നതിനെ പറ്റി പറയാതെ ആ കൊച്ചിനെ എങ്ങനെ സഹായിക്കാമെന്ന് ആലോചിക്കുക. ഇനിയിപ്പോൾ ഈ വയസ്സാം കാലത്ത് അതിനെ കെട്ടാൻ വേണ്ടി എനിക്ക് കൊച്ചുണ്ടാക്കാനൊന്നും പറ്റില്ല. പ്രസിഡന്റിൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ രമണി അയ്യടാന്നായി. അയ്യടാ, നിങ്ങളുടെ മനസ്സിലിരിപ്പ് കേട്ടില്ലേ? എഴുന്നേറ്റ് പോ മനുഷ്യ, എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കാതെ. പ്രസിഡന്റ് അപ്പോൾ തന്നെ ബൈക്കിൻ്റെ ചാവിയുമെടുത്ത് പുറത്തേക്ക് പോയി. വീട്ടിലേക്ക് നടക്കുമ്പോൾ ബാലയുടെ ആലോചന മുഴുവൻ ഇനി മുന്നോട്ട് എങ്ങനെയെന്നതിനെ കുറിച്ചായിരുന്നു. പെട്ടെന്നാണ് മുന്നിലൊരു ബൈക്ക് ബ്രേക്കിട്ട് നിർത്തിയത്. ബാലയും ഞെട്ടി പിന്നിലേക്ക് വേച്ച് വീണുപോയി. എവിടെ നോക്കിയാ കൊച്ചെ നടക്കുന്നത്? ഇപ്പോൾ ഇടിച്ചനെയല്ലോ, എന്നെ കൂടി കുഴപ്പിക്കാൻ പറഞ്ഞുകൊണ്ട് ബൈക്കിലിരുന്ന ആൾ ഹെൽമറ്റ് ഊരി ഗ്ലാസ്സിൽ വെച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ബാല എഴുന്നേറ്റ് നിന്നുകൊണ്ട് കയ്യിൽ പറ്റിയ മണ്ണും ചെളിയും തട്ടിക്കളഞ്ഞു. സോറി, ഞാൻ എന്തോ ആലോചിച്ചു കൊണ്ട് വന്നതായിരുന്നു, പെട്ടെന്ന് കണ്ടില്ല. വീട്ടിൽ ചെന്ന് സമാധാനമായി എവിടെയെങ്കിലും ഇരുന്നാലോചിച്ചാൽ പോരെ? റോഡിൻ്റെ നടുക്കുകൂടി തന്നെ നടന്നാലോചിക്കണമോ? അറിയാതെ പറ്റിപ്പോയതാണ്. തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല സാർ, കുഴപ്പമൊന്നുമില്ല. അയാൾ വേഗം ബൈക്കിൽ കയറി ഓടിച്ചു പോയി. ബാല വലത് കൈ തലയ്ക്കടിച്ചു. ഇന്നത്തെ ദിവസം ആരെ കണി കണ്ടോ എന്തോ. വീട്ടിലേക്കുള്ള ഒതുക്കുകൾ കയറുമ്പോൾ വലത് കൈ ഉരഞ്ഞതുപോലെ തോന്നി. അവളത് ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നു. തൊഴിലുറപ്പ് പണി കഴിഞ്ഞ് അമ്മ വന്നിട്ടുണ്ട്. തൻ്റെ വരവ് നോക്കിയിരിക്കുകയാണ് ഉണ്ണിക്കുട്ടൻ. ബാലേച്ചി, എന്താ ഇത്രയും വൈകിയത്? ഞാൻ എത്ര നേരമായി നോക്കിയിരിക്കുന്നു. ഇന്ന് ബാലേച്ചി ഉപ്പുമാവ് കൊണ്ടുവന്നില്ല മോനെ. ഇനി മുതൽ മോൻ കാത്തിരിക്കണ്ട. അംഗൻവാടിയിലെ ചേച്ചിയുടെ ജോലി ഇന്നോടെ കഴിഞ്ഞു. അയ്യോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നല്ല ഉപ്പുമാവായിരുന്നു. അത് സാരമില്ല മോൻ, അമ്മ ഉപ്പുമാവ് ഉണ്ടാക്കി തരാം. അമ്മ ഉണ്ണിക്കുട്ടനെ സമാധാനപ്പെടുത്തി. ബാലയുടെ ക്ഷീണിച്ച മുഖം കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. മോൾ അതോർത്ത് സങ്കടപ്പെടേണ്ട, ദൈവം എന്തെങ്കിലും വഴി കാണിച്ചു തരും. ഡ്രസ്സ് മാറി മേല് കഴുകി അടുക്കളയിൽ ചെല്ലുമ്പോൾ അമ്മ കുടിക്കാൻ ചായ എടുത്ത് വെച്ചു. ലക്ഷ്മിക്കെന്തോ വലിയ സന്തോഷമായിരുന്നു ചേച്ചിയുടെ അംഗൻവാടി പോക്കു നിർന്നപ്പോൾ. കാര്യം തനിക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിത്തരുമെങ്കിലും ബാല ഉദ്യോഗക്കാരിയായി നടക്കുന്നത് അവൾക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ചായയും കുടിച്ച് അത്താഴത്തിനുള്ള പണിയിൽ അമ്മയെ സഹായിക്കുമ്പോഴാണ് പുറത്ത് ജയമാമിയുടെ ശബ്ദം കേൾക്കുന്നത്. വിളിച്ചുകൊണ്ട് തന്നെ അവർ അകത്തേക്ക് കയറി വന്നു. ആഹാ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുകയായിരുന്നോ? ചുമ്മാ അതാണോ ഞാൻ വിളിച്ചിട്ട് ആരും വിളി കേൾക്കാത്തത്? സുമ കൊടുത്ത കട്ടൻ ചായ ഊതി കുടിക്കുമ്പോൾ അവർ അവിടേക്ക് വന്നതിൻ്റെ കാരണം എന്താണെന്ന് പറയാൻ തുടങ്ങുകയായിരുന്നു. പൊന്നുമംഗലത്തെ ആദിത്യം കുഞ്ഞ് വന്നിട്ടുണ്ട്. അവിടുത്തെ കാര്യസ്ഥൻ ഇപ്പോൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ശ്രീമംഗല തമ്പുരാട്ടി എത്തിയിട്ടില്ല. ആദിത്യ കുഞ്ഞ് മാത്രമേ വന്നിട്ടുള്ളൂ. തമ്പുരാട്ടിയും ആദിത്യൻ കുഞ്ഞിൻ്റെ മോനും പിന്നീട് വരും. എന്തായാലും ഒരാഴ്ചയൊക്കെ ആകുമെന്ന് തോന്നുന്നു. അവിടുത്തെ സഹായത്തിന് ആരെങ്കിലും വേണം. മോൾക്ക് പോകാൻ പറ്റുമോ? ഞാനത് ചോദിക്കാൻ വന്നതാണ്. അമ്മയും മകളും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഇതിപ്പോൾ തമ്പുരാട്ടിയില്ലാതെ ആ കുഞ്ഞ് മാത്രമുള്ളപ്പോൾ എങ്ങനെയാ ജയേ ഇവളെ അവിടേക്ക് വിടുന്നത്? ഞാൻ പോകാമെന്ന് വിചാരിച്ചാൽ നമുക്കിന്നു മുതലല്ലേ
കോൺട്രാക്ടർ കലിങ്ങിൻ്റെ പണി തുടങ്ങുന്നത്. 6 മാസം ഇനിയിപ്പോൾ അവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ പോയി എന്തെങ്കിലും ഒന്ന് സഹായിച്ചേനെ. നീ ഇങ്ങനെ ആദി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ കരൾ പൊടിയുന്ന പണിയുമില്ല. രാവിലെയും ഉച്ചത്തേക്കും ആ കൊച്ചിന് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വയ്ക്കണം. അതിനുശേഷം ഇങ്ങ് പോരാം. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ചെന്ന് രാത്രിത്തേക്ക് 2-3 ചപ്പാത്തി ഉണ്ടാക്കി വയ്ക്കണം. അതേ വേണ്ടൂ. അത് അത്രയ്ക്ക് വലിയ പണിയാണോ? നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത് പോലെയല്ലേ ഉള്ളൂ. തമ്പുരാട്ടി കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവളുടെ കാര്യങ്ങളൊന്നും നീ നോക്കേണ്ടി വരില്ല. അത്രയ്ക്ക് നല്ല ആൾക്കാരാണ്. എന്നാലും വീട്ടുപണി എന്ന് പറയുമ്പോൾ, എൻ്റെ സുമേ, ഇതൊരു വീട്ടുപണിയാണോ? നമ്മുടെ വീട്ടിലാണെങ്കിൽ ബാലമോൾ ഇങ്ങനെയൊക്കെ ചെയ്യില്ലേ? അവിടെ വേറെ ഒന്നും ചെയ്യണ്ട. ആഹാരം മാത്രം ഉണ്ടാക്കി വെച്ചാൽ മതി. പാത്രങ്ങൾ പോലും കഴുകി വയ്ക്കേണ്ടി വരില്ല. അതൊക്കെ കാര്യസ്ഥൻ നോക്കിക്കോളും. പറ്റുമെങ്കിൽ നാളെ തന്നെ പോകണം. എന്താണെന്ന് വെച്ചാൽ നീ വിളിച്ചു പറഞ്ഞാൽ മതി. ഞാൻ പിന്നെ ഒരുപാട് ഇറങ്ങട്ടെ. ജയ ഒരു ചൂട്ടും കത്തിച്ച് പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. ശിവശങ്കരൻ ഭവ്യതയോടെ അരക്കൈവരിയിലിരുന്നു. കുറച്ച് നേരമായി വന്നിട്ട്. ആദ്യത്തിനകത്ത് കുളിക്കുകയോ മറ്റോ ആണ്. അതുകൊണ്ടാണ് വരാൻ വൈകുന്നത്. ട്രാക്ക് പാൻറ്റും തോളിൽ ടവലുമായി തല തുവർത്തിക്കൊണ്ടാണ് ആദിത്യൻ താഴേക്ക് വന്നത്. ശങ്കരേട്ടൻ വന്നിട്ട് ഒരുപാട് സമയമായല്ലേ? ഞാൻ കുളിക്കാൻ കയറിയതേ ഉള്ളായിരുന്നു. അങ്ങനെ ഒരുപാട് നേരമൊന്നും ആയില്ല കുഞ്ഞെ. ഞാൻ ഈ ഭക്ഷണം അകത്ത് കൊണ്ടുവയ്ക്കാം. ഇവിടെ അടുത്തുള്ള കടകളിലൊക്കെ അത്രയ്ക്ക് നല്ല ഭക്ഷണമൊന്നുമല്ല. ഇന്നിപ്പോൾ തൽക്കാലം വാങ്ങി. നാളെ രാവിലെയും ഉച്ചത്തെയും ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കാൻ ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവർ വന്ന് ചെയ്തിട്ട് പൊയ്ക്കോളും. എനിക്ക് പുറത്തു നിന്നുള്ള ഭക്ഷണം ശീലമില്ല, അതാണ്. അമ്മ വരാൻ എന്തായാലും ഇനിയും 2 ആഴ്ച പിടിക്കും. അത് കഴിഞ്ഞാൽ മുഴുവൻ സമയവും ആൾ വേണം. ഞാൻ അതെല്ലാം പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കുഞ്ഞ് പേടിക്കണ്ട. ആരെങ്കിലും പറഞ്ഞേൽപ്പിച്ചാൽ പറ്റില്ല. വിശ്വാസമുള്ള ആളായിരിക്കണം. കാരണം ഞാൻ പൊയ്ക്കഴിഞ്ഞാൽ ഇവിടെ അമ്മയും മോനും മാത്രമേ കാണൂ. അത്രയും വിശ്വാസത്തോടെയുള്ള ആളാണെങ്കിൽ മാത്രം മതി. ഞാൻ പറയുന്നത് ശങ്കരേട്ടന് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായി കുഞ്ഞേ. കുറച്ച് കാലമായില്ലേ ഞാനിവിടെ കാര്യസ്ഥൻ്റെ പണി തുടങ്ങിയിട്ട്. എനിക്കറിയാം. ഞാൻ അതിനനുസരിച്ചുള്ള ആളെ തന്നെയാണ് എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. ശരി, അപ്പോൾ പിന്നെ ഞാനിനി ആ ഭാഗത്തേക്ക് കൈ കടത്തുന്നില്ല. രാവിലെ എനിക്ക് 9 മണിക്ക് ഇവിടെ നിന്നിറങ്ങണം. അതിനു മുൻപ് ജോലിയൊക്കെ ആകുമല്ലോ അല്ലേ? അതൊക്കെ ആകും. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പറമ്പിൽ തേങ്ങ ഇടാൻ നാളെ ആൾ വരുമെന്ന് പറഞ്ഞു. ടവൽ കുടഞ്ഞു വിരിച്ചുകൊണ്ട് തല ചീകി ഷർട്ടുമിട്ട് ഭക്ഷണം കഴിക്കാനായി ടേബിളിലിരുന്നു. പുറത്തെ കടയിൽ നിന്നും വാങ്ങിയതാണ് ചപ്പാത്തിയും കുറുമക്കറിയും. കഴിച്ചിട്ട് രുചിയൊക്കെയുണ്ട്. പിന്നെ പുറത്തുനിന്ന് വാങ്ങിയത് കൊണ്ട് മനസ്സ് മടിച്ച് കഴിപ്പ് മതിയാക്കി അതേപോലെ അടച്ചു വെച്ചു. കയ്യും കഴുകി മൊബൈലെടുത്ത് അമ്മയെ വിളിച്ചു. അല്പനേരം സംസാരിച്ചതിന് ശേഷമാണ് ആ കോള് കട്ട് ചെയ്തത്. പൊന്നുമംഗലത്തെ സോമശേഖരവർമ്മയ്ക്കും സുമംഗല തമ്പുരാട്ടിക്കും 3 മക്കളാണ്. ജഗന്നാഥവർമ്മയും ഹരീന്ദ്രവർമ്മയും. ഒരു പെൺകുട്ടിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. 3ാമത് ഗർഭം ധരിച്ച് അത് പെണ്ണായത് ശ്രീമംഗലയും. പേരുകേട്ട തറവാടും ഇട്ടുമൂടാനുള്ള സ്വത്ത് 3 മക്കളും. മകളെ ഒരുപാട് സ്നേഹിച്ചും ലാളിച്ചും വളർത്തി. ഇളയതായതുകൊണ്ട് അല്പം കൂടുതൽ ശ്രീമംഗലയെ എല്ലാവരും സ്നേഹിച്ചു. 2 ഏട്ടന്മാരുടെ കുഞ്ഞനിയെത്തി. ജഗന്നാഥവർമ്മ വിവാഹം കഴിച്ചത് സുമംഗലയെ. അവർക്ക് 2 മക്കൾ, സാവിത്രിയും സംഗീതയും. ഹരീന്ദ്രവർമ്മ വിവാഹം കഴിച്ചത് അംബികയെ. അവർക്ക് 2 മക്കൾ, നിരഞ്ജനും നിരുപമയും. പൊന്നുമംഗലത്തെ ആദിത്യവർമ്മ ശ്രീമംഗല തമ്പുരാട്ടിയുടെയും വിഷ്ണുവർമ്മയുടെയും ഒരേ ഒരു മകൾ. നിരഞ്ജൻ കഴിഞ്ഞാൽ ആദിയാണ് അതിന് താഴെയാണ് നിരുപമ. എല്ലാവരും വിവാഹം കഴിഞ്ഞ് പട്ടണത്തിലും പുറത്തുമായി സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. തറവാട് ഭാഗം വെച്ചപ്പോൾ അത് ശ്രീമംഗല തമ്പുരാട്ടിക്കായിരുന്നു. ഓരോന്നാലോചിച്ച് ആദിത്യൻ എപ്പോഴോ ഉറങ്ങിയിരുന്നു. എന്നാൽ അപ്പോഴും ഉറക്കം വരാതെ ഒരമ്മയും മോളും ആലോചനകളെ കൂട്ടുപിടിച്ചിരുന്നു. അമ്മ എന്താ ഒന്നും പറയാത്തത്? നാളെ ജയമാമി വരുമ്പോൾ എന്ത് പറയും? ഇത്രയും ദിവസം ടീച്ചറായി അംഗൻവാടിയിൽ ജോലിക്ക് പോയിട്ട് പെട്ടെന്ന് പൊന്നുമംഗലത്തെ അടുക്കളക്കാരിയാവാൻ പോകുന്നെന്ന് കേട്ടപ്പോൾ അമ്മയ്ക്ക് വിഷമം തോന്നി മോളെ. അതല്ലാതെ വേറെന്തെങ്കിലും ജോലി നോക്കിയാൽ പോരെ നമുക്ക്? അമ്മയ്ക്ക് എല്ലാ കാര്യവും അറിയുന്നതല്ലേ. അംഗൻവാടിയിലെ ജോലിക്ക് പോയതിന് ശേഷമാണ് ചിട്ടിക്ക് വട്ടം കൂടിയത്.
അതിന് കൃത്യമായി 1000 രൂപ കൊടുക്കണം. പിന്നെ വീട്ടു ചെലവുകൾ, പിള്ളേരുടെ പഠിത്തം എല്ലാം കൂടിയാകുമ്പോൾ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ അമ്മേ? അമ്മയ്ക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് മാത്രം ജീവിച്ചു പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഒരുപാടൊന്നും ആലോചിക്കേണ്ട. നമ്മൾ ആദ്യമേ പൊന്നുമംഗലത്ത് പോകാനല്ലേ ഇരുന്നത്. അതിനിടയ്ക്കല്ലേ അംഗൻവാടിയിലെ ജോലി വന്നത്. എന്തായാലും രാവിലെ അങ്ങോട്ട് പോകാം. ഭാരപ്പെട്ട ജോലിയൊന്നുമല്ലല്ലോ. ഒരാൾക്കുള്ളത് കഴിക്കാനുണ്ടാക്കണം. അത്രയേ ഉള്ളൂ. ഞാനത് ചെയ്തിട്ട് വേഗം പോന്നോളാം. അമ്മ ഇതിലൊന്നും പറയാൻ നിൽക്കല്ലേ, എനിക്കത് സങ്കടമാവും. അമ്മയുടെയും ചേച്ചിയുടെയും വർത്തമാനം കേട്ടുകൊണ്ട് ലക്ഷ്മി ഉറങ്ങിയതുപോലെ കിടന്നു. എന്തായാലും അംഗൻവാടിയിലെ ജോലിക്ക് പോയി ടീച്ചറായി നടന്നിട്ട് ഇപ്പോൾ അടുക്കളപ്പണിക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവൾക്കൊരു സമാധാനം. അതൊരു പുഞ്ചിരിയായി തന്നെ പുറത്തേക്ക് വന്നു. വെളുപ്പിനെ 5 മണിക്ക് തന്നെ ബാല എഴുന്നേറ്റു. പതിവ് പോലെ അടുക്കളയിൽ അമ്മയെ സഹായിച്ചു. 6:30 മണിയായപ്പോൾ കുളിച്ച് വേഷം മാറി ഇറങ്ങി. അപ്പോഴേക്കും ജയയും എത്തി. നിന്നെ ഞാൻ അവിടം വരെ കൊണ്ടുവിട്ടിട്ട് പണിക്ക് പോകാം, അതിനു വേണ്ടി വന്നതാണ്, അമ്മയോട് പറഞ്ഞിട്ട് ജയയോടൊപ്പം ശ്രീബാലയും പൊന്നുമംഗലത്തേക്ക് ചുവടുവെച്ചു. മെയിൻ ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്കുള്ള ചെറിയ വഴിയാണ്. ബാലയുടെ വീട്ടിൽ നിന്നും അല്പദൂരം നടന്നു കഴിഞ്ഞാൽ പൊന്നുമംഗലംകാരുടെ പറമ്പാണ്. അതുവഴി 1/2 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ വീടായി. ജയ അവളെ ഊടുവഴിയിലൂടെയാണ് കൊണ്ടുപോയത്. പിൻവശം വഴി കയറി ചെല്ലുമ്പോൾ കാര്യസ്ഥൻ ശിവശങ്കരൻ അവിടെ നിൽപ്പുണ്ട്. എനിക്ക് തോന്നി നിങ്ങൾ ഈ എളുപ്പ വഴിയായിരിക്കും വരുന്നതെന്ന്. പിന്നാമ്പുറത്ത് കൂടി തന്നെ അടുക്കളയിലേക്ക് കൊണ്ടുപോയി എല്ലാം കാണിച്ചു കൊടുത്തു. അണ്ണൻ അറിയാമല്ലോ ബാലമോളുടെ കാര്യം. നിങ്ങളെ വിശ്വസിച്ചാണ് ഇവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് സ്വന്തം മോളെപ്പോലെ നോക്കിക്കൊള്ളണം. എത്ര കാലം കൊണ്ടാ ജയെ നീ എന്നെ കാണുന്നത്? നിനക്കെന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലേ? എൻ്റെ മക്കളെ പോലെ നോക്കിക്കൊള്ളാം. നീ ധൈര്യമായി പൊക്കോ. കുറച്ച് നേരത്തെ ജോലിയേ ഉള്ളൂ. അത് കഴിയുമ്പോൾ മോൾ ആരോടും പറയാനൊന്നും നിൽക്കണ്ട, അങ്ങ് പൊയ്ക്കൊള്ളണം. കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ ശ്രീമംഗല തമ്പുരാട്ടി വരും. അത് കഴിഞ്ഞാൽ പിന്നെ മോൾ ഒറ്റയ്ക്കല്ല. തൊഴിലുറപ്പിന് പോകാൻ സമയമായി എണ്ണ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. അടുക്കളയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വച്ചിട്ടുണ്ട്. ശിവശങ്കരൻ ബാലയെ ഫ്രിഡ്ജിരിക്കുന്ന മുറിയിലേക്ക് കൊണ്ടുപോയി. എന്ത് സാധനം വേണമെങ്കിലും ദാ ഇവിടെയും ഉണ്ട്. ആദിക്കുഞ്ഞിന് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല. രാവിലെ എന്തെങ്കിലും ചൂടോടെ ഉണ്ടാക്കി കാസ്ട്രോളിൽ അടച്ച് വെക്കണം. ഉച്ചയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് കഴിച്ചിട്ട് മോള് പൊയ്ക്കോ. പിന്നെ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാനൊന്ന് കവല വരെ പോയിട്ട് ഉച്ചത്തേക്ക് കറി വയ്ക്കാൻ എന്തെങ്കിലും വാങ്ങി വരാം. അയാളും കൂടി പോയപ്പോൾ ബാലയ്ക്കാകെ പരിഭ്രമമായി. കുറച്ചു നേരം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു കൊണ്ട് നിന്നെങ്കിലും സമയം പോകുന്നത് കണ്ടപ്പോൾ അവൾ വേഗം ഫ്രിഡ്ജ് തുറന്ന് അതിൽ നിന്നും ദോശമാവ് പുറത്തേക്കെടുത്തു. പാത്രത്തിൽ മാവ് പൊട്ടിച്ചൊഴിച്ച് ഉപ്പിട്ട് കലക്കി മാറ്റിവെച്ച് വേഗം തേങ്ങ പൊട്ടിച്ച് ചിരക്കിയെടുത്തു. മിക്സി ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അരകല്ല് കഴുകി വേഗത്തിൽ ചമ്മന്തി അരച്ചു മാറ്റി അത് കടുക് താളിച്ചു. ആ അടുപ്പിൽ തന്നെ ദോശക്കല്ല് വെച്ച് കനം കുറച്ച് 4 ദോശയുണ്ടാക്കി. കുറച്ച് മുളക് കുതിർത്തതും ഉപ്പും അല്പം പുളിയും കൂടി അരച്ചെടുത്ത് അതിലല്പം വെളിച്ചെണ്ണ ഇറ്റിച്ച് അതും കൂടി കുഴച്ചു മാറ്റി വെച്ചു. ചായയാണോ കാപ്പിയാണോ ഇഷ്ടമെന്ന് ചോദിച്ചതുമില്ല. ശങ്കരമാവൻ അതൊട്ട് പറഞ്ഞതുമില്ല. പാത്രം നോക്കിയെടുത്ത് അതിൽ വെള്ളം പിടിച്ച് ചോറിന് വെച്ചു. വെള്ളം തിളച്ചപ്പോഴേക്കും അതിൽ 1 ഗ്ലാസ് അരിയും കഴുകിയിട്ടു. പച്ചക്കറി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ ഫ്രിഡ്ജിനടുത്തേക്ക് വരുമ്പോഴാണ് മുകളിൽ നിന്നും ആരോ ഇറങ്ങി വരുന്ന ശബ്ദം കേട്ടത്. പച്ചക്കറി കവറുമായി നേരെ അടുക്കളയിലേക്ക് പോയി. അപ്പോഴേക്കും ആദിത്യൻ അടുക്കളയിലേക്ക് വന്നു. തിരിഞ്ഞു നിന്ന് പച്ചക്കറികൾ വേർതിരിക്കുകയായിരുന്നു ബാലയപ്പോൾ. ജോലിക്കൊരാൾ വരുമെന്ന് ശങ്കരേട്ടൻ പറഞ്ഞിരുന്നു. അത് നിങ്ങളാണോ? ചോദിച്ചതുമേ ബാല പിന്തിരിഞ്ഞു. ആദിത്യനും ബാലയും പരസ്പരം കാണുമ്പോൾ ഞെട്ടിപ്പോയി. ഇയാളാണോ ജോലിക്ക് വന്നത്? അവൾ പരിഭ്രമത്തോടെ അതേ എന്ന് തലകുലുക്കി. ആദിത്യൻ വലതു കൈ തലയിലടിച്ചു പിന്തിരിഞ്ഞ് ഡൈനിങ്ങിലേക്ക് പോയി. അപ്പോഴേക്കും മാർക്കറ്റിൽ പോയ ശങ്കരേട്ടൻ തിരികെ വന്നു. ആഹാ, കുഞ്ഞ് കഴിക്കാനിരുന്നോ? അകത്താളുണ്ടായിരുന്നല്ലോ. ഞാൻ വിളിക്കാം. ബാലമോളെ, കഴിക്കാനുള്ളത് ഇങ്ങെടുത്തേക്ക്. വിളിച്ചു പറയുന്നതോടൊപ്പം തന്നെ അയാൾ കയ്യിലിരുന്ന കവറുമായി അകത്തേക്ക് പോയി. കൈ കഴുകി കഴിക്കാനുള്ളതും എടുത്തുകൊണ്ട് ശങ്കരേട്ടൻ നടക്കുമ്പോൾ അതിന് പിന്നാലെ ബാലയും ചെന്നു. എന്നാൽ ആദിത്യൻ ആലോചിക്കുകയായിരുന്നു. തലേദിവസം കണ്ടപ്പോൾ സാരിയൊക്കെ ഉടുത്ത് വലിയ പെൺകുട്ടിയെപ്പോലെ തോന്നിച്ച ആ കുട്ടിയാണോ ഇത്? ഇന്ന് കാണുമ്പോൾ അതിൻ്റെ പകുതിയുണ്ട്.
ഞാൻ വിളമ്പി കൊടുത്തോളാം. മോള് പോയി മധുരം കുറച്ച് ചായ കൂടി എടുത്തേക്ക് ആദിക്കുഞ്ഞിന്. ചായയാണ് ഇഷ്ടം. ബാല വേഗം അടുക്കളയിലേക്ക് പോയി. ഈ കുട്ടി ശരിയാകുമോ ശങ്കരേട്ട? കണ്ടിട്ട് തീരെ ചെറിയ പിള്ളേരെ പോലെയുണ്ട്. തീരെ ചെറിയ കൊച്ചൊന്നുമല്ല, 21 വയസ്സുണ്ട്. എനിക്കറിയാവുന്ന കുടുംബത്തിലുള്ളതാണ്. അല്പം ബുദ്ധിമുട്ടാണ് മോനെ. അതുകൊണ്ട് അവൾ ഇവിടെ നിന്നോട്ടെ. എന്നാലും എനിക്കെന്തോ അതൊന്നും സാരമില്ല. 2 ആഴ്ച കൂടി കഴിയുമ്പോൾ ശ്രീമംഗലത്തമ്മ ഇങ്ങ് വരില്ലേ? അതുവരെയുള്ള ബുദ്ധിമുട്ട് അത് ഞങ്ങൾ 2 പേരും കൂടി അങ്ങ് നോക്കാം. പ്രായമായ കൊച്ചാണ്. വിശ്വസിച്ച് വേറെ ഒരിടത്തും പറഞ്ഞു വിടാനില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ പിടിച്ചു നിർത്തിയത്. +2 വരെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു അംഗൻവാടിയിൽ ജോലി ഉണ്ടായിരുന്നു 3 മാസത്തേക്ക്. ഇന്നലത്തോടെ അത് കഴിഞ്ഞു. നല്ല മാർക്ക് വാങ്ങി പാസ്സായ കൊച്ചാണ്. പക്ഷെ എന്ത് ചെയ്യാം, പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അതങ്ങനെയായി. ഇവിടെ പിന്നെ വലിയ പണിയൊന്നുമില്ലല്ലോ. കുഞ്ഞിനുള്ള ആഹാരം കൂടി ഉണ്ടാക്കിയിട്ട് അതങ്ങ് പൊയ്ക്കോളും. വൈകുന്നേരം വന്ന് രാത്രിയിലത്തേക്ക് 3 ചപ്പാത്തിയോ മറ്റോ ഉണ്ടാക്കും. അത്രയേ ഉള്ളൂ. എങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അതിന് വലിയ സഹായമാവും. ആദിത്യന് ആകെപ്പാടെ അങ്കലാപ്പിലായി. ഒന്നാമത് ഞാൻ മാത്രമേ ഇവിടെയുള്ളൂ. അതും ശുദ്ധ നാട്ടിൻപുറമാണ്. ആൾക്കാർക്ക് വല്ലതും പറഞ്ഞുണ്ടാക്കാൻ എളുപ്പം. അതൊക്കെ ആലോചിച്ചപ്പോൾ ആ കുട്ടിയെ ഇപ്പോൾ തന്നെ പറഞ്ഞു വിടണമെന്ന് തോന്നി. പക്ഷേ ശങ്കരേട്ടൻ പറഞ്ഞ് അതിൻ്റെ അവസ്ഥയൊക്കെ അറിഞ്ഞപ്പോൾ എന്തായാലും അമ്മ വരുന്നത് വരെ കാത്തിരിക്കാമെന്ന് തീരുമാനിച്ചു. വിളമ്പി വെച്ചതൊന്നും കഴിക്കാതെ ആലോചനയോടു കൂടിയിരിക്കുന്ന ആദിത്യനെ ശങ്കരേട്ടൻ വിളിച്ചു. മോൻ എന്താ ആലോചിക്കുന്നത്? കഴിക്ക്. ദോശ പൊട്ടിച്ച് ചമ്മന്തിയിൽ മുക്കി വായിലേക്ക് വെച്ചപ്പോൾ തന്നെ നല്ല സ്വാദ് തോന്നി. സ്വല്പം മുളകും കൂടി ചേർത്ത് കഴിച്ചപ്പോൾ അതിനേക്കാൾ സ്വാദ്. അവൻ്റെ ഭക്ഷണം കഴിക്കുന്ന രീതി കണ്ടപ്പോൾ മനസ്സിലായി ഭക്ഷണം അവന് നന്നേ ഇഷ്ടപ്പെട്ടെന്ന്. ആദിത്യൻ കഴിച്ച് മതിയാക്കിയപ്പോഴേക്കും ബാല ചായയുമായി വന്നു. മുന്നിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ ഏലക്കായുടെ മണം മൂക്കിൽ തുളച്ച് കയറി. ചായ അല്പം കുടിച്ചപ്പോൾ തന്നെ ഇഞ്ചിയുടെയും സ്വാദറിഞ്ഞു. ചായയും മുഴുവൻ കുടിച്ചതിന് ശേഷം ആദിത്യൻ എഴുന്നേറ്റ് വാഷ് ചെയ്യാൻ പോയി. കൈ കഴുകി തിരികെ വരുമ്പോഴേക്കും ബാല ആദിത്യൻ കഴിച്ച പാത്രങ്ങളും എടുത്ത് അടുക്കളയിൽ കൊണ്ടുപോയി. ആദിത്യൻ മുകളിലേക്ക് പോയി തിരികെ ലാപ്ടോപ്പ് ബാഗുമായി പുറത്തേക്ക് വന്നു. ഞാൻ ഇറങ്ങട്ടെ. ജോലിയൊക്കെ തീർത്തിട്ട് ആ കുട്ടിയോട് വീട്ടിൽ പോകാൻ പറഞ്ഞേക്കണേ ശങ്കരേട്ട. അതൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. കുഞ്ഞ് സമാധാനമായി പോകാൻ നോക്ക്. ആദിത്യൻ്റെ കാർ പടിപ്പുര കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും ശങ്കരേട്ടൻ അടുക്കളയിലേക്ക് വന്നു. ആദിക്കുഞ്ഞിന് മോളുണ്ടാക്കിയ ഭക്ഷണമൊക്കെ ഇഷ്ടമായി എന്ന് തോന്നുന്നു. എന്തുണ്ടാക്കിയാലും അതിൻ്റെ ഒരു പങ്ക് ആരോടും ചോദിക്കുകയൊന്നും വേണ്ട, കഴിച്ചു കൊള്ളണം. അവൾ ഉണ്ടാക്കി വെച്ച ദോശയിൽ നിന്നും 3-4 ദോശ പ്ലേറ്റിലാക്കി ശങ്കരമ്മാവന് കൊടുത്തു. എനിക്ക് വേണ്ട മോളെ. ഞാൻ രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് വരും. ഷുഗറിൻ്റെ അസുഖമുള്ളതുകൊണ്ട് വിശപ്പ് സഹിക്കില്ല. മോൾ അല്പം ചായ പഞ്ചസാര ഇടാതെ തന്നാൽ ഞാൻ കുടിക്കാം. 1 ഗ്ലാസ് ചായ പഞ്ചസാര ഇടാതെ ശങ്കരമ്മാവന് കൊടുത്തു. ആദിക്കുഞ്ഞിന് ഇവിടെ ടൗണിൽ സ്വന്തമായി കൺസ്ട്രക്ഷൻ കമ്പനി നടത്തി തുടങ്ങിയിട്ട് 2 വർഷമായി. കുറച്ചു കാലമായുള്ള ശ്രീമംഗല തമ്പുരാട്ടിയുടെ ആഗ്രഹമാണ് നാട്ടിൽ താമസിക്കണമെന്ന്. ഇപ്പോഴാണ് ആദിക്കുഞ്ഞിന് സമ്മതം പറഞ്ഞത്. തുടങ്ങിയിട്ട് 2 വർഷമേ ആയുള്ളൂ എങ്കിലും ആദിക്കുഞ്ഞിൻ്റെ മിടുക്ക് കൊണ്ട് കമ്പനി ഇപ്പോൾ 4 എണ്ണമായി. മോൾ എൻ്റെ ഒപ്പം കഥ കേട്ടിരുന്നാൽ നിൻ്റെ ജോലി വൈകും. അതുകൊണ്ട് എന്തെങ്കിലും 1-2 എണ്ണം ആക്കി വെച്ചിട്ട് വേഗം വീട്ടിൽ പോകാൻ നോക്ക്. ചായ കുടിച്ച ഗ്ലാസുമായി ശങ്കരമ്മാവൻ എഴുന്നേൽക്കുമ്പോൾ ബാല തൻ്റെ ബാക്കി ജോലികളിലേക്ക് തിരിഞ്ഞു. ഉച്ചത്തേക്ക് ഞാൻ കുറച്ച് പച്ചക്കറികൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആദിക്കുഞ്ഞിന് എന്തൊക്കെയാണ് ഇഷ്ടമെന്ന് ചോദിക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക് മോൾക്ക് കഴിയുന്നതുണ്ടാക്കി വയ്ക്ക്. നാളെ മുതൽ ഞാൻ ചോദിച്ച് വയ്ക്കാം. പിന്നെ ആദിമോൻ മീനും മുട്ടയും ഇറച്ചിയൊക്കെ കഴിക്കും. ഇന്നിപ്പോൾ മീൻ കിട്ടിയില്ല. ഫ്രിഡ്ജിൽ മുട്ട കാണും. മോൾ അതിൽ നിന്നും 2 എണ്ണം എടുത്ത് എന്തെങ്കിലും ചെയ്ത് വയ്ക്ക്. കുറച്ച് പരിപ്പ് കുത്തിക്കാച്ചി അതൊരു കറിയാക്കി. കോഴിമുട്ട മസാലക്കറി വെച്ചു. അല്പം തൈര്, ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും ഉപ്പും മല്ലിയിലും ഇട്ട് സാലഡാക്കി. ഫ്രിഡ്ജിൽ നിന്നൊരു മാങ്ങ കെട്ടി അതിനെ അരിഞ്ഞ് അച്ചാറുമാക്കി വെച്ചു. എല്ലാ ജോലിയും കഴിഞ്ഞ് പാത്രം കഴുകി ചോറും വാർത്ത് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും മണി 11 ബാല പിൻവശം വഴി ഇറങ്ങി ശങ്കരമ്മാവനെ നോക്കാൻ. അപ്പോഴേക്കും താഴെ പറമ്പിൽ നിന്ന് വീണ് കിടക്കുന്ന കുലയും തേങ്ങയും ഒക്കെ എടുത്തുകൊണ്ട് വന്നു. മോൾ ഇറങ്ങാറായി. ഞാൻ ഇതൊക്കെ ഒന്ന് നോക്കാൻ പോയതാ. അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞു.
എങ്കിൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ. വൈകുന്നേരം 4:30 കഴിയുമ്പോൾ വരാം. മതി, അത് മതി. അയാൾ 1-2 തേങ്ങയും കുറച്ച് വാഴക്കയും പിണ്ടിയുമൊക്കെ കൊടുത്തു. അത് വാങ്ങിയാണ് ബാല തിരികെ വീട്ടിലേക്ക് പോയത്. കതക് തുറന്ന് അകത്തേക്ക് കയറി കയ്യിലിരിക്കുന്ന സാധനങ്ങൾ അടുക്കളയിൽ കൊണ്ടുവച്ചു. രാവിലത്തെ പലഹാരം അമ്മ ഭദ്രമായി അടച്ചു വച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പുമാവും കയ്യിലെടുത്ത് ഗ്ലാസ്സിൽ കട്ടനുമായി അടുക്കള തിണ്ണയിലിരുന്നു കഴിച്ചു. ആ പാത്രവും കഴുകി വെച്ച് അലക്കാനുള്ള തുണികളുമായി അവൾ വടക്കുവശത്തേക്കിറങ്ങി. ഉണ്ണിക്കുട്ടൻ്റെയും ലക്ഷ്മിയുടെയും അമ്മയുടെയും തൻ്റെയും തുണികൾ സോപ്പിൽ കുതിർത്തി വെച്ചു. പിന്നെ ഓരോന്നായി കല്ലിലിട്ട് അടിച്ച് നനച്ച് പിഴിഞ്ഞ് അയയിലിട്ടു. എല്ലാം ചെയ്തു കഴിഞ്ഞ് അകത്തേക്ക് കയറി വാതിൽ ചാരി അല്പനേരം കിടന്നു. പുറത്തുനിന്നും അമ്മ വിളിക്കുന്നത് കേട്ടപ്പോഴാണ് അവൾ എഴുന്നേറ്റത്. അമ്മ ഇന്ന് നേരത്തെയാണോ? ക്ലോക്കിലേക്ക് നോട്ടം പോകുന്നതിനോടൊപ്പം ചോദിച്ചു. നേരത്തെ ഒന്നുമല്ല, സമയം 3 കഴിഞ്ഞു. തുണി നനച്ച് വിരിച്ച് അല്പം കിടന്നതാണ് അമ്മേ, പക്ഷേ ഉറങ്ങിപ്പോയി. അതൊന്നും സാരമില്ല. പൊന്നുമംഗലത്ത് പോയിട്ട് ജോലി എങ്ങനെയുണ്ട്? അവിടെ ചെന്നത് മുതലുള്ള കാര്യങ്ങളെല്ലാം അമ്മയോട് വിശദമായി പറഞ്ഞു. നിനക്ക് പറ്റുന്നില്ലെങ്കിൽ അമ്മ നിർബന്ധിക്കില്ല, നീ പോണ്ട എന്ന് തന്നെയാണ് അമ്മയുടെ തീരുമാനം. അതൊന്നും സാരമില്ല അമ്മേ, ആ സാറ് പാവമാണ്. പിന്നെ ശിവശങ്കരമ്മാവൻ എപ്പോഴും കൂടെയുണ്ട്. വലിയ ജോലിയൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ മതി. വൈകുന്നേരം 4:30 പോകണം. രാത്രിയിലത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കാൻ. അമ്മയും ബാലയും കൂടി ഇരുന്നാണ് ചോറ് കഴിച്ചത്. 3:30 കഴിഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ നിന്നും വന്നു. എന്നാൽ ബാല ഇറങ്ങുന്നത് വരെ ലക്ഷ്മി വന്നില്ല. നീ അവളെയും നോക്കിയിരുന്നാൽ താമസിക്കും ബാലേ, പോകാൻ നോക്ക്. അല്ലമ്മേ, സമയം ഇത്രയായിട്ടും അവളെ കണ്ടില്ലല്ലോ. അവളിങ്ങ് വരും, നീ നിന്ന് താമസിപ്പിക്കേണ്ട. അന്നത്തേതിൽ പിന്നെ ലക്ഷ്മി മാനുവലിനെ കണ്ടിട്ടേയില്ല. അതിനുശേഷം ഒരിക്കൽ പോലും അയാൾ ബസ്സിൽ വന്നിട്ടില്ല. ബീനയോടും ജെയ്സനോടുമെല്ലാം ലക്ഷ്മിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെയ്സനോടൊപ്പം പുതിയൊരു കിളിയെ കണ്ടത്. കാണാൻ അടാറ് ലുക്കും ഭംഗിയുമുള്ളൊരു ചുള്ളൻ. ബീനയുടെ നോട്ടം പോലും ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ നേരെയാകും. എന്നാൽ ജെയ്സൺ ശ്രദ്ധിക്കുന്നത് കാണുമ്പോൾ അവൾ നോട്ടം മാറ്റും. എന്നാൽ ലക്ഷ്മി ആ ഭാഗത്തേക്ക് നോക്കാൻ പോകില്ല. പക്ഷെ അവൻ്റെ നോട്ടം മുഴുവനും ലക്ഷ്മിയിലായിരുന്നു. ലക്ഷ്മിയെ കാണാതെ ലക്ഷ്മിയുടെ പലവിധ ഫോട്ടോ അവൻ ഫോണിലെടുത്തു. വൈകുന്നേരം പൊന്നുമംഗലത്ത് ചെന്നപ്പോൾ തന്നെ ശങ്കരമ്മാവൻ സന്തോഷത്തോടു കൂടി ബാലയുടെ അടുത്തേക്ക് വന്നു. ഉച്ചത്തെ ഭക്ഷണമൊക്കെ കുഞ്ഞിന് വളരെ ഇഷ്ടപ്പെട്ടു. ഇത്രയൊന്നും ഉണ്ടാക്കേണ്ട, ഞാൻ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, ഇല്ലെങ്കിൽ അവൾ ബഹളം വയ്ക്കും. മോള് പോകുമ്പോൾ ഒരാൾക്കുള്ള ഭക്ഷണം വെച്ചിട്ട് ബാക്കി മുഴുവനും കൊണ്ടുപോകണം. വൈകുന്നേരത്തേക്ക് 3 ചപ്പാത്തി, അതാണ് കണക്ക്. അതിന് ഉച്ചയ്ക്കുണ്ടാക്കിയ മുട്ടക്കറി മതി. ആദിക്കുഞ്ഞിന് ആ കൂട്ടാൻ വലിയ ഇഷ്ടമായി. ഒരാൾ മനസ്സ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ അറിയാമത്. ബാലയ്ക്ക് വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കുന്ന ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചപ്പാത്തി ഉണ്ടാക്കി വെച്ച് അവൾ പോകാനായി ഇറങ്ങി. അപ്പോഴേക്കും ആദിത്യൻ വന്നിരുന്നു. പിൻവാതിൽ വഴി പോകാൻ ഇറങ്ങുന്നവളെ നോക്കിയിട്ട് മുറിയിലേക്ക് കയറി. മോൾ ഒരു ഗ്ലാസ് ചായ കൂടി ഉണ്ടാക്കി വെച്ചിട്ട് പോകുമോ? ആദിക്കുഞ്ഞ് ഇത്ര നേരത്തെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ബാല ഫ്രിഡ്ജ് തുറന്ന് പാലെടുത്ത് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി. രാവിലെ ഉണ്ടാക്കിയതുപോലെ ഇഞ്ചിയും ഏലക്കായും ചതച്ചിടാനും മറന്നില്ല. കുളിയും കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ ശങ്കരമ്മാവൻ ചായ കൊണ്ട് കയ്യിൽ കൊടുത്തു. ഉച്ച മുതൽ തുടങ്ങിയ തലവേദനയാണ്, അതുകൊണ്ടാണ് നേരത്തെ പോകുന്നത്. ചായ കുടിച്ച് കസേരയിലേക്ക് ചാരി കിടന്നു. ബാല പിൻവശം വഴി ഊടുവഴിയിലൂടെ ഇറങ്ങി വീട്ടിലേക്ക് നടന്നു. ഫോണും എടുത്ത് ബാൽക്കണിയിൽ ഇറങ്ങി നിൽക്കുമ്പോഴാണ് അമ്മയുടെ കോൾ വന്നത്. നാട്ടിലെത്തിയ വിശേഷമൊക്കെ ചോദിച്ചറിയുന്നതോടൊപ്പം തന്നെ ജോലിക്ക് വന്ന ആളെക്കുറിച്ച് കൂടി തിരക്കി. അധികം പ്രായമൊന്നുമില്ല അമ്മേ, കൂടിപ്പോയാൽ 20 വയസ്സ്, അത്രയേ ഉള്ളൂ. ശങ്കരേട്ടനോട് ഞാൻ ചോദിച്ചതാണ് അല്പം കൂടി പ്രായമുള്ള ആൾക്കാരെ ഒന്നും കിട്ടില്ലേ എന്ന്. അതിനെന്താ ആദി, തൽക്കാലം നീ അതിനെക്കുറിച്ചൊന്നും ഓർക്കേണ്ട. ഇപ്പോൾ ആളെ കിട്ടാനാണ് പ്രയാസം. ഞാനും മോനും കൂടി വന്നു കഴിയുമ്പോൾ ശരിയാകും. 2 ആഴ്ച എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ 1 മാസമാകുന്ന കോളാണ്. മോൻ എവിടെ? അമ്മ അവൻ്റെ ശബ്ദം കേൾക്കാൻ തോന്നുന്നു. നേരെ എത്രയായിന്ന് വല്ല ബോധവും ഉണ്ടോ ആദി? അവൻ ഉറങ്ങി. നാളെ രാവിലെ വിളിക്കാം. ശരി അമ്മ, എന്നാൽ ഞാനും കിടക്കാൻ പോകുന്നു. ഇടയ്ക്ക് ബാത്റൂമിൽ പോകാനായി എഴുന്നേറ്റതാണ് ബാല. പുറത്താണ് ബാത്റൂം, അതുകൊണ്ട് തന്നെ പോകാൻ നേരം അമ്മയെ വിളിക്കുകയാണ് പതിവ്.
എഴുന്നേറ്റ് ലൈറ്റിട്ട് അമ്മയെ വിളിക്കുന്ന നേരത്താണ് ലക്ഷ്മി കിടക്കുന്ന സ്ഥലം ഒഴിഞ്ഞിരിക്കുന്നത് കണ്ടത്. ക്ലോക്കിൽ നോക്കുമ്പോൾ സമയം 1 മണി കഴിഞ്ഞു. അമ്മേ, അമ്മേ, എഴുന്നേറ്റേ അമ്മേ, ബാല സുമയെ വിളിച്ചുകൊണ്ടിരുന്നു. എന്താ മോളെ? ഉറക്കച്ചടവിൽ സുമ എഴുന്നേറ്റിരുന്നു. ലക്ഷ്മിയെ കാണുന്നില്ല അമ്മ, എഴുന്നേറ്റ് വന്നേ, നമുക്ക് നോക്കാം. ലക്ഷ്മിയെ കാണുന്നില്ലേ എന്ന് കേട്ടതും സുമ വേഗം ചാടി എഴുന്നേറ്റു. റൂമിന് പുറത്തേക്കിറങ്ങി അടുക്കളയിൽ നോക്കി. അവിടെ ഒന്നുമില്ല. ഉണ്ണിക്കുട്ടനും ലക്ഷ്മിയും കിടക്കുന്ന മുറിയിലുമില്ല. ഒടുവിൽ അച്ഛനും അമ്മയും കിടക്കുന്ന റൂം തുറന്ന് ലൈറ്റിട്ട് നോക്കുമ്പോൾ ലക്ഷ്മി അവിടെ കട്ടിലിൽ കിടന്ന് ആരെയോ ഫോൺ വിളിക്കുന്നു. പിന്നിലൂടെ വന്ന സുമ അവളുടെ കയ്യിൽ നിന്നും ആ ഫോൺ തട്ടിപ്പറിച്ച് ചെവിയിൽ വെച്ചു. എൻ്റെ പൊന്നല്ലേ, ഉമ്മ, ഉമ്മ, ഞാൻ നിന്നെ. ഛേ! അവർ ഫോൺ ചെവിയിൽ നിന്ന് നീക്കിപ്പിടിച്ചു. ഫോൺ കട്ട് ചെയ്ത് ബെഡിലേക്ക് എറിഞ്ഞു. കട്ടിലിൽ കിടന്ന് ലക്ഷ്മിയെ വലിച്ചെഴുന്നേൽപ്പിച്ച് നിർത്തി. ആരെയാടി ഇവിടെ കിടന്ന് ഫോണിൽ വിളിക്കുന്നത്? എടി, ഏതവനെയാണ് നീ വിളിച്ചതെന്ന്? ചോദ്യത്തോടൊപ്പം സുമയുടെ വലത് കൈ ലക്ഷ്മിയുടെ കവിളിൽ ആഞ്ഞു പതിച്ചു. പാതിരാത്രിയിൽ ഈ മുറിയിൽ വന്ന് നിനക്കെന്താണ് ജോലി? ഈ ഫോൺ നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഒരിക്കൽ കൂടി അവളെ കവിളിലേക്ക് അടിച്ചുകൊണ്ട് സുമ അവളുടെ മുടിക്കുത്തിന് പിടിച്ചു. അമ്മ ഇങ്ങനെ ബഹളം വയ്ക്കാതെ, നാട്ടുകാരെ അറിയിക്കാതെ സമാധാനത്തിൽ അവളോട് ചോദിക്ക്. ബാല അമ്മയെ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ ലക്ഷ്മി ബാലയുടെ നേർക്ക് ചീറി. എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട. ഇത് ഞാനും എൻ്റെ അമ്മയും കൂടി തീർത്തുകൊള്ളാം. എന്നെ അമ്മയെയും തെറ്റിക്കുന്നതിന് വേണ്ടി നിങ്ങളല്ലേ ഈ പാതിരാത്രി വിളിച്ചുകൊണ്ട് വന്നത്? വായിൽ തോന്നിയതൊക്കെ ലക്ഷ്മി വിളിച്ചു പറയുമ്പോൾ അതെല്ലാം കേട്ടുകൊണ്ട് ബാല നിശബ്ദയായിപ്പോയി. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ കുത്തിയൊലിച്ചു. എടി എരണം കെട്ടവളെ, നീ എന്തൊക്കെയാടി വിളിച്ചു പറയുന്നത്? അവൾ നിൻ്റെ ചേച്ചിയാണ്. നിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നതിന് എന്നെപ്പോലെ അധികാരം അവൾക്കുമുണ്ട്. ലക്ഷ്മിക്ക് നേരെ അരിശത്തോടെ സുമ നിന്നു. ഇവർ എൻ്റെ ചേച്ചിയല്ല. എനിക്കിവരെ അങ്ങനെ കാണാനും കഴിയില്ല. ഇവരുടെ അച്ഛൻ വേറെയാണ്. എൻ്റെയും ഉണ്ണിക്കുട്ടൻ്റെയും അച്ഛൻ ശ്രീധരനും. ഞങ്ങളുടെ അച്ഛൻ ജയിലിൽ കിടക്കുന്നതിന് തന്നെ കാരണക്കാരി ഈ സ്ത്രീയാണ്. ഇവർ ഒരാളാണ് നമ്മുടെ കുടുംബത്തിൽ സമാധാനക്കേടുണ്ടാക്കുന്നത്. വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നുകളയും. സുമ ലക്ഷ്മിയെ തലങ്ങും വിലങ്ങും അടിക്കാൻ തുടങ്ങി. അമ്മ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? അവൾ എന്തെങ്കിലും വിളിച്ചു പറയുന്നെന്ന് കരുതി അമ്മ അടിക്കാൻ നിൽക്കുകയാണോ? നിന്നോടാണ് ചോദിച്ചത് ആരാണ് നിന്നെ വിളിച്ചതെന്ന്. ഈ പാതിരാത്രിയിൽ വല്ലവന്മാരെയും വിളിച്ചുകൊണ്ട് കിടക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? ഇതിനാടോടി കഷ്ടപ്പെട്ട് ഞാൻ നിന്നെ പഠിക്കാൻ വിടുന്നത്? സുമയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തതുപോലെ ചീറിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നെ വിളിച്ചത് അനിലാണ്. ഞാനും അനിലും തമ്മിൽ ഇഷ്ടത്തിലാണ്. പരസ്പരം ഇഷ്ടപ്പെടുന്ന 2 പേർ തമ്മിൽ ഫോൺ വിളിച്ചെന്ന് പറഞ്ഞ് എന്ത് സംഭവിക്കാൻ പോകുന്നു? ലക്ഷ്മിയുടെ വർത്തമാനം കേട്ടപ്പോൾ ഇക്കുറി സുമ തളർച്ചയോടെ കസേരയിലിരുന്നു. ബാലയും ഞെട്ടിപ്പോയി അവളുടെ വെളിപ്പെടുത്തൽ കേട്ടപ്പോൾ. സുമയുടെ കയ്യിലിരുന്ന ഫോണും തട്ടിപ്പറിച്ചുകൊണ്ട് ലക്ഷ്മി അവളും ഉണ്ണിക്കുട്ടനും കിടക്കുന്ന മുറിയിലേക്ക് പോയി വാതിൽ വലിച്ചടച്ചു. അമ്മയുടെ അവസ്ഥ കണ്ടപ്പോൾ ബാല അവരുടെ അടുത്തേക്ക് ചെന്നു. ബാലയുടെ നെഞ്ചിൽ മുഖമമർത്തി അവർ തേങ്ങി. തൊട്ടാൽ പൊട്ടുന്ന പ്രായമാണ്. വെളുത്തതെല്ലാം പാലാണെന്ന് ഇപ്പോൾ തോന്നും. ഈ പൊട്ടിയെ ഇതെങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? അടയ്ക്കയായാൽ മടിയിൽ വയ്ക്കാം. അടയ്ക്ക മരമായ എന്ത് ചെയ്യും? പട്ടണത്തിലെ സ്കൂളിൽ നിന്നും വിടേണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. സുമ പിന്നെയും എന്തൊക്കെയോ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. 19 വയസ്സേ ഉള്ളൂ. കുറച്ച് ദിവസമായി അവളുടെ സ്വഭാവത്തിൽ ആകെ ഒരു മാറ്റമാണ്. ഇപ്പോഴത്തെ പിള്ളേരെ വിശ്വസിക്കാനും പറ്റില്ല. അതിനെ എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും എൻ്റെ ഈശ്വര. അമ്മ എന്തായാലും ഇപ്പോൾ സമാധാനത്തിൽ വന്ന് കിടക്കാൻ നോക്ക്. നമുക്ക് നാളെ രാവിലെ അവളോട് സംസാരിക്കാം. അമ്മയും ബാലയും കൂടി മുറിയിലേക്ക് വരുമ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ അടുത്ത് ലക്ഷ്മിയില്ല. അതിൽ നിന്ന് മനസ്സിലായി അവൾ ദേഷ്യത്തിൽ അവളുടെ മുറിയിൽ കിടക്കുകയാണെന്ന്. അമ്മ നാളെ അവളോട് സംസാരിക്ക്. ഞാൻ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചാൽ അവൾക്ക് ചിലപ്പോൾ വാശി കൂടും. കാര്യങ്ങൾ അമ്മ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ എത്ര കിടന്നിട്ടും 2 പേർക്കും ഉറക്കം വന്നില്ല എന്നതാണ് സത്യം. വെളുപ്പിന് സുമ എപ്പോഴോ ഉറങ്ങി. ബാല എഴുന്നേറ്റ് അടുക്കളയിലെ ജോലിയൊക്കെ തീർത്ത് കുളി കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചായയുമായി അമ്മയെ വിളിച്ചുണർത്തിയത്. 6 മണി കഴിഞ്ഞപ്പോൾ അവൾ പൊന്നുമംഗലത്തെ ജോലിക്കായി ഇറങ്ങുകയും ചെയ്തു. ബാല വരുമെന്നുള്ളതുകൊണ്ട് കാര്യസ്ഥൻ നേരത്തെ തന്നെ പൊന്നുമംഗലത്തെത്തും. ഇന്നലെ ഇവിടെ ഒന്നും കറണ്ടില്ലായിരുന്നു. അതുകൊണ്ട് മാവാട്ടാൻ പറ്റിയില്ല. ഫ്രിഡ്ജിൽ അല്പം സേമിയം ഇരിപ്പുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാൻ പറ്റുമോ?
അത് തന്നെ ധാരാളം ശങ്കരമാവ. നമുക്കിന്നൊരു ഉപ്പുമാവാക്കാം. വളരെ വേഗത്തിൽ തന്നെ അവൾ ഉപ്പുമാവാക്കി. അല്പം നാളികേരം ചിരകി ചുവന്ന ചമ്മന്തിയും അരച്ചു. കൂട്ടത്തിൽ 2-3 പപ്പടവും വറുത്തെടുത്തു. ചായയും ഒഴിച്ചു വച്ചപ്പോഴേക്കും ആദിത്യൻ താഴേക്ക് വന്നു. മുന്നിലിരിക്കുന്ന ഭക്ഷണത്തെയും ശങ്കരേട്ടനെയും മാറി മാറി നോക്കിയ ആദിത്യൻ ബാലവേഗം അടുക്കളയിലേക്ക് വലിഞ്ഞു. ശരിക്കു പറഞ്ഞാൽ അത്രയും ആസ്വദിച്ചാണ് ആദ്യ ആ ഭക്ഷണം കഴിച്ചത്. നന്നായിട്ടുണ്ട് ശങ്കരേട്ട, എല്ലാം. ആ കുട്ടിയോട് പറഞ്ഞേക്ക്. മനസ്സ് നിറഞ്ഞു പറഞ്ഞിട്ട് ആദി എഴുന്നേറ്റ് കൈ കഴുകാൻ പോയി. ബാലയ്ക്കും സന്തോഷമായി ആദിയുടെ പറച്ചിലിൽ. ആദി ഓഫീസിൽ പോയി കഴിഞ്ഞതും ശങ്കരമാവൻ ബാലയുടെ അടുത്തേക്ക് വന്നു. മോളെ, ആദിമോന് കൊടുത്തതിൽ ബാക്കി ഉപ്പുമാവുണ്ടെങ്കിൽ എനിക്കും കൂടി അല്പം തായോ. ആദിമോൻ കഴിക്കുന്നത് കണ്ടപ്പോൾ എന്തോ കൊതി. അതിനെന്താ അമ്മാവ, ഞാനെടുത്ത് തരാം. ബാല വേഗം അല്പം ഉപ്പുമാവ് പകർന്ന് പ്ലേറ്റിലാക്കി കൊടുത്തു. വീട്ടിലെന്നും ഇഡ്ഡലിയും ദോശയും മാത്രമേ സരോജത്തിനുണ്ടാക്കാൻ അറിയൂ. പിന്നെ അവളും ഞാനും മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കും. അമ്മാവൻ്റെ മക്കളൊക്കെ 2 പെമ്പിള്ളാരാണ്, സതിയും തുളസിയും. 2ൻ്റെയും വിവാഹം കഴിഞ്ഞു. 4 കൊച്ചുമക്കളുമുണ്ട്. അവരെല്ലാം ടൗണിലാണ്. ഇടയ്ക്കിടയ്ക്ക് വരും അവളെയും എന്നെയും കാണാൻ. മോളുടെ കാര്യമൊക്കെ അറിയാം എനിക്ക്. അതൊന്നും ഓർത്ത് വിഷമിക്കരുത് കേട്ടോ. ഇങ്ങനെയും ചില ജന്മങ്ങളുണ്ട് എത്ര കൊണ്ടാലും നന്നാവാത്തത്. സുമയെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചെറിയ പ്രായത്തിൽ ഭർത്താവ് മരിച്ചാൽ പിന്നെ എന്ത് ചെയ്യും? ചക്കയോ മാങ്ങയോ ആണോ ചൂഴ്ന്നു നോക്കാൻ? എന്നാലും 1 വർഷത്തെ ശിക്ഷയായി പോയി. അവൻ ആള് പഠിച്ച കള്ളനാണ്. ജയിലിൽ നല്ല നടപ്പെന്നും പറഞ്ഞ് നേരത്തെ പുറത്തിറങ്ങിയാലുമായി. ശങ്കരമാമൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ബാല അതിനെക്കുറിച്ച് ഓർത്തത് പോലും. അങ്ങനെയാണെങ്കിൽ അയാൾ നേരത്തെ പുറത്തുമിറങ്ങുമല്ലോ എന്ന ചിന്തയായിരുന്നു അവൾക്ക്. ജോലികളെല്ലാം നേരത്തെ തീർത്ത് ബാല ഇറങ്ങാൻ നേരത്ത് ശേഖരൻ മാമൻ അവളെ വിളിച്ചത്. മോളുടെ കയ്യിൽ ഫോൺ നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നിട്ട് പോകണേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചറിയിക്കേണ്ടേ, അതിനാണ്. അതിനെന്താ? ബാല അവളുടെ നമ്പർ പറഞ്ഞു കൊടുത്തു. ഇന്ന് വൈകുന്നേരം മോൾ വരണ്ട കേട്ടോ. ആദ്യമോൻ പുറത്തെന്തോ ആവശ്യത്തിന് പോകുന്നുണ്ടെന്ന്. അപ്പോൾ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു. അയാളോട് യാത്രയും പറഞ്ഞ് ഊടുവഴിയിലൂടെ ഇറങ്ങുമ്പോൾ അടുത്ത വീട്ടിലെ കമല ചേച്ചി അതുവഴി വന്നത്. അവരവളെ സൂക്ഷിച്ചു നോക്കി. കൊച്ചെന്താ പൊന്നുമംഗലത്തുകാരുടെ പറമ്പിൽ നിന്ന്? ഇവിടെയാണ് ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നത്. ഇവിടെയോ? ഇവിടെ എന്ത് ജോലി? കമല അതിശയിച്ച പോലെ ചോദിച്ചു. രാവിലെ വന്ന് ഇവിടുത്തെ അടുക്കളപ്പണി ചെയ്തു പോകും. ഈ നേരമാകുമ്പോൾ തിരികെ പോകാം. ആഹാ, അത് കൊള്ളാമല്ലോ. അംഗൻവാടിയിൽ ടീച്ചറായിരുന്ന ജോലി ചെയ്തിട്ട് ഇപ്പോൾ വീട്ടുപണിക്ക് ഇറങ്ങിയോ? എന്നാൽ പിന്നെ നിനക്ക് നിൻ്റെ അമ്മയോടൊപ്പം തൊഴിലുറപ്പിന് പോയാൽ പോരെ? കമലം അതും കൂടി കൂട്ടിച്ചേർത്തു. എന്നാൽ ഇവിടെ ഇങ്ങനെ ഒരു ജോലിയുണ്ടെന്ന് ആ ശങ്കരേട്ട എന്നോട് പറഞ്ഞില്ലല്ലോ. അതുപോട്ടെ, എത്രയാ കൊച്ചേ നിൻ്റെ ശമ്പളം? അതൊന്നും പറഞ്ഞില്ല ചേച്ചി. ഞാനിപ്പോൾ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. 3-4 ദിവസമായി. ഓ, എന്നാൽ പിന്നെ ശരി. എനിക്ക് ആ പഞ്ചായത്ത് ഓഫീസ് വരെ പോകണം. അതും പറഞ്ഞ് അവർ തിരിച്ചു നടന്നു. എന്നാൽ പൊന്നുമംഗലത്തുകാരുടെ പറമ്പിലൂടെ കയറിപ്പോകുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നേരെ ശിവശങ്കരമ്മാവനെ കാണാനാണെന്ന്. ഇനി അവർ കാരണം ഈ ജോലിയും പോകുമോ എന്നായി ബാലയുടെ ആശങ്ക. പിന്നെ അപ്പുറം വഴി ചെല്ലുമ്പോൾ കണ്ടു കിണറ്റിൻ കരയിൽ നിന്ന് വെള്ളം കോരി നിറച്ചു നിൽക്കുന്ന ശിവശങ്കരനെ. എന്നാലും എൻ്റെ ശങ്കരേട്ട, ഇവിടെ അടുക്കള പണിക്ക് ഒരാളെ വേണമെന്നുള്ളപ്പോൾ നിങ്ങൾക്ക് എന്നെ വിളിക്കാൻ തോന്നിയില്ലല്ലോ. കമലം അല്പം സങ്കടം ഭാവിച്ചുകൊണ്ട് അടുക്കള തിണ്ണയിലിരുന്നു. ശിവശങ്കരന് അല്ലെങ്കിൽ തന്നെ കമലത്തെ അത്ര പിടുത്തമില്ല. ആണുങ്ങളെ കാണുമ്പോൾ അവൾക്ക് ഇളക്കമാണ്. ഇവിടെ ഇങ്ങനെ പറയത്തക്ക പണിയൊന്നുമില്ല കമലം. ആദ്യ കുഞ്ഞിന് എന്തെങ്കിലും കാപ്പിയോ ചോറോ ഉണ്ടാക്കണം, അത്രയേ ഉള്ളൂ. എന്നാലും അത് കമലം വന്ന് ചെയ്തു തരത്തില്ലയോ? നിങ്ങൾക്കിപ്പോൾ വരെ എന്നോട് ഒരു സ്നേഹവുമില്ല ശങ്കരേട്ട. പറഞ്ഞുകൊണ്ട് തന്നെ അടുത്തേക്ക് വരുന്ന കമലത്തിനെ കയ്യിലിരുന്ന ബക്കറ്റ് നടുക്കോട്ട് പിടിച്ച് അകത്തി നിർത്തി ആ ശങ്കരൻ. അല്ലെങ്കിലേ എൻ്റെ സരോജത്തിന് നിന്നെ അത്ര പിടുത്തമില്ല. നീ ഇനി വർത്തമാനം പറഞ്ഞുകൊണ്ട് എങ്ങോട്ടാ കയറി വരുന്നത്? അങ്ങോട്ട് മാറി നിൽക്ക്. ഇവിടെ ഇപ്പോൾ നിനക്ക് ചെയ്യാനുള്ള പണിയൊന്നുമില്ല. ജയ കുറച്ച് നാളായി എൻ്റെ പിന്നാലെ നടന്ന് ചോദിക്കുന്നു എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ആ പെങ്കൊച്ചിന് ശരിയാക്കി കൊടുക്കാൻ. ഓ, അവളാണ് ഇതിൻ്റെ ഇടനിലക്കാരി. ചുമ്മാ അതല്ല നിങ്ങൾക്കൊരിളക്കം. അവളാണല്ലോ നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞാൽ ചൂലെടുത്ത് നടുവ് ചവിട്ടി ഞാൻ കുളമാക്കും. നിനക്ക് അവളെൻ്റെ പെങ്ങളാണ്. അല്ലാതെ കാണുന്നവന്മാരെ തോളി കയറാൻ നിൽക്കുന്ന നിന്നെപ്പോലെയല്ല അവൾ. ആവശ്യമില്ലാത്ത വല്ലതും പറഞ്ഞാൽ നിൻ്റെ പല്ലിൻ്റെ എണ്ണം കുറയും. നിൻ്റെ ഈ സ്വഭാവം കൊണ്ട് തന്നെയാണ് ജോലിക്ക് വിളിക്കാത്തത്. കൂടുതലൊന്നും അറിയണമെങ്കിൽ ഇറങ്ങി പോകാൻ നോക്ക്. ഓ, ഈ അണ്ണൻ്റെ ഒരു കാര്യം ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ആ, മനസ്സിലായി. നിൻ്റെ വിളവ് കയ്യിൽ വെച്ചാൽ മതി. ഇങ്ങോട്ട് വേണ്ട, ഇത് ആള് വേറെയാണ്.
ഇനിയും അവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കിയ കമലം വേഗം പുറത്തേക്കിറങ്ങി. കാണിച്ചു തരാം ഈ കമലം ആരാണെന്ന്. അയാളൊരു സത്യവാൻ വന്നിരിക്കുന്നു. ആദിയുടെ കാറ് ഗേറ്റ് കടന്ന് അകത്തേക്ക് പോകുമ്പോൾ കണ്ടു പിൻവശത്തുകൂടെ പോകുന്നവരെ. എന്നെ വായിക്കുന്ന പ്രിയ വായനക്കാരെ, ഞാൻ ഈ